ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GPS മീഡിയയിലേക്ക് സുസ്വാഗതം. ഗായകൻ MG ശ്രീകുമാറിന് കഷ്ടകാലം തന്നെ, അല്ലാതെ എന്താ പറയുക. MG തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ 25,000 രൂപ പിഴയടയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാണ്. കൊച്ചിയിൽ വന്ന ഒരു വിനോദസഞ്ചാരി എടുത്ത വീഡിയോ ഇത്രമാത്രം വൈറലാകുമെന്ന് അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. 6-7 മാസം മുൻപ് പകർത്തിയ വീഡിയോ ആണെങ്കിലും കഷ്ടകാലം വണ്ടി പിടിച്ചു വന്നു എന്ന് തന്നെ പറയാം. ബോട്ട് കൊച്ചിക്കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞു, ആ കാണുന്നതാണ് ഗായകൻ MG ശ്രീകുമാറിൻ്റെ വീടെന്ന്. അപ്പോൾ ഈ വിനോദസഞ്ചാരി ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുത്തു. ദൃശ്യം വ്യക്തമില്ലെങ്കിലും ആ സമയത്ത് ഒരു സ്ത്രീ മാലിന്യം കൊച്ചിക്കായലിലേക്ക് തള്ളുന്നതായി കണ്ടു. മന്ത്രി MP രാജേഷിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുള്ള അഭിമുഖം കണ്ട ശേഷം ഈ വീഡിയോ എടുത്ത യുവാവ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി മാലിന്യത്തെക്കുറിച്ചുള്ള വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോ പരാതിയായി അയക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശം മുളവുകാട് പഞ്ചായത്തിന് ലഭിച്ചു. മുളവുകാട് പഞ്ചായത്ത് സ്ഥലം, സമയം, വീട്, വീഡിയോ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷം നടപടിയെടുത്തു. പഞ്ചായത്ത് അധികൃതർ MG ശ്രീകുമാറിന് 25,000 രൂപ പിഴയിട്ടു. MG ശ്രീകുമാർ വീട്ടിലില്ലാത്ത സമയമായിരുന്നു അത്. വേലക്കാരി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞു. ഇത് പരിശോധിച്ച് തെളിയിച്ചത് മുളവുകാട് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ്. 50,000 രൂപ വരെ പിഴ കൊടുക്കാവുന്ന കുറ്റമാണിത്. മുളവുകാട് പഞ്ചായത്ത് അധികൃതർ 25,000 രൂപയെ MGക്ക് പിഴയിട്ടിട്ടുള്ളൂ. ഒരു തർക്കത്തിന് മുതിരാതെ MG ശ്രീകുമാർ പിഴയടച്ചു. എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ശരി, പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുതെന്ന മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ നടപ്പിലായിരിക്കുന്നത്. പിഴയടച്ച MG ശ്രീകുമാറിനും പിഴയടപ്പിച്ച മുളവുകാട് പഞ്ചായത്തിനും GPS മീഡിയയുടെ ഒരു ഹാറ്റ്സ് ഓഫ്.